ഹലോ. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 11 മണിയായിട്ടോ. എന്നിട്ട് എനിക്ക് എണീക്കാൻ ഒരു ഉദ്ദേശമില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? എനിക്കിന്ന് ഡ്യൂട്ടിയില്ല, ഞാൻ ആനുവൽ ലീവിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉറങ്ങി തീർക്കാനുണ്ട്. ഉണ്ണിക്കുട്ടൻ ഡ്യൂട്ടിക്ക് പോയി. സാധാരണ ഈ സമയമാവുമ്പം എനിക്കൊരു വേക്കപ്പ് കോൾ കിട്ടേണ്ടതാണ്. എണീക്കാനല്ല, അതായത് ഫുഡ് കഴിച്ചിട്ട് ഒന്നും കൂടെ കിടന്നുറങ്ങിക്കോളാൻ പറയാൻ. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നോട്ടേ എന്ന് വിചാരിച്ചോണെന്നറിയില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ തന്നെ ബോറടിച്ച് എണീറ്റു. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാലുള്ള എൻ്റെ ആദ്യത്തെ പണിയാണ് ബെഡ് വൃത്തിയാക്കി വെക്കുക. നീറ്റ് ആൻഡ് ടൈഡി ആയ ബെഡ് കാണുമ്പോൾ തന്നെ ഒരു ദിവസം തുടങ്ങാൻ ഭയങ്കര സന്തോഷമാണല്ലേ. ഇന്നേ കഴിഞ്ഞ ആഴ്ചയൊന്നും ഉള്ളത്ര തണുപ്പില്ല. പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. മടി പിടിച്ചൊരു ദിവസമാണ്. ഭക്ഷണമൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി എനിക്ക്. അത് കൂടാതെ ഡ്രസ്സ് വാഷിങ്ങിനിടണം. അത് പിന്നെ അത്ര വലിയ പണിയൊന്നും അല്ല. ഇപ്പം വേറൊരു പണിയില്ല ഇന്ന്. അങ്ങനെ മുടിയൊക്കെ കെട്ടിവെച്ച് എങ്ങോട്ടേക്കാണ് ഞാൻ? പല്ല് തേക്കാൻ. അങ്ങനെ എൻ്റെ പല്ല് തേക്കലും മുഖം കഴുകലുമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പരിപാടി അതിപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെ. അപ്ലൈയിങ് മോയ്സ്ചറൈസർ. നല്ലൊരു മോയ്സ്ചറൈസർ നോക്കി മുഖത്തിടുക. പെട്ടെന്ന് നമുക്ക് റിങ്കിൾസൊക്കെ വരുന്നത് തടയാൻ പറ്റും. ഇവിടെ പക്ഷേ അതിന് മാത്രമല്ല, ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാതൊരു രക്ഷയില്ല. ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ഞാനിതിന് മുന്നേ സീറം അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ വാങ്ങിച്ചതാണ്, തീരാത്തത് കൊണ്ട് വേസ്റ്റ് ചെയ്ത് കളയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ചായ കാപ്പി ഇത് രണ്ടും കുടിക്കുന്ന ഒരാളല്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ തോന്നിയാൽ കുടിക്കും എന്നല്ലാതെ അങ്ങനെ ഡെയിലി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വെള്ളമാണ് കൂടുതലും കുടിക്കുക. പക്ഷേ ഈ ഗ്ലാസ് നിറയാനുള്ള വെള്ളം പോലും ഈ ജഗ്ഗിലുണ്ടായിരുന്നില്ല എന്നൊരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഓർത്തപ്പോൾ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതവിടെ ഇന്ന് സെറ്റാവട്ടെ, നമുക്കപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ ഇത്. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കഴിക്കുന്നു.
ഒറ്റയ്ക്കുള്ള ദിവസങ്ങളെ, അതും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും കൂടി ഇല്ലയെന്ന് വിചാരിച്ചാൽ ഭയങ്കര പാടാണ് ആ ദിവസം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകാനും. എത്രയാണെന്ന് വെച്ചാൽ ഓരോ സിനിമയും റീൽസും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുക, കണ്ണിന് വരെ മടുക്കില്ലേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ തുണി കഴുകൽ പ്രക്രിയയാണ്. ഉള്ള തുണിയെല്ലാം അതിനകത്തോട് വാരിക്കൂട്ടി ഇട്ടു. കുറച്ച് സ്ഥലവും കൂടെ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഒരു ജാക്കറ്റും കൂടെ എടുത്ത് സ്ഥലം അങ്ങ് നികത്തി. അങ്ങനെ ഇത് ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ, ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാം. ഇതിന് മുന്നേ എനിക്കിതല്ലായിരുന്നു കേട്ടോ വീടിനകത്തിരുന്ന ചെരുപ്പ്. പക്ഷെ ആ ചെരുപ്പ് തണുപ്പിനെ ഒന്നും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ചെരുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ എനിക്ക് വാങ്ങിച്ചു തരുന്നത്. ഇത് പക്ഷെ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് തണുപ്പൊന്നുമില്ല, സമ്മറൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റും. വിൻ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇവനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി നല്ല കംഫർട്ട് തരുന്ന ഒരു ക്രോക്സാണിത്. അങ്ങനെ മുഖത്തോട് മുഖം പിന്നെയും നോക്കിയിരുന്നു. നമ്മുടെ അലക്സ ചേട്ടനോട് വർത്താനം പറഞ്ഞ് നല്ല പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ ബോറടി മാറ്റാൻ കുറച്ച് മീൻ പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവരെ നോക്കിയിരുന്നു. ഇരിക്കുമ്പോഴാണ് ഞാനൊരു പണി കൂടെ ഓർത്തത്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ എൻ്റെ ഷോപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ കാർഡ് ഹോൾഡർ വാങ്ങിച്ചിട്ടുള്ള കാര്യം. എൻ്റെ കയ്യിലുള്ള പഴയത് കയ്യിൽ കുറച്ച് ഒതുങ്ങാത്ത ടൈപ്പാണ് എന്നൊക്കെ. ആ കാർഡ് ഹോൾഡർ അല്ലെങ്കിൽ മറ്റേ വാലറ്റാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് കാർഡ്സ് നമുക്ക് വൃത്തിക്ക് ഒതുക്കിയൊക്കെ വെക്കാനൊക്കെ പറ്റും. കാണിച്ചു തരാം. ഉള്ളിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അതെനിക്ക് കൊണ്ട് നടക്കാൻ കയ്യിൽ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒതുങ്ങിയൊരു ടൈപ്പ് വേണമെന്ന് ഒരു തോന്നൽ ഈ അടുത്തായിട്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ എൻ്റെ പഴയൊരു ഫോട്ടോ കണ്ട് ചിരിച്ചു. നിങ്ങൾ അധികം സൂം ചെയ്ത് കാണിക്കുന്നില്ല, വെറുതെ എന്നെ എല്ലാവരും ചിരിപ്പിക്കുന്നല്ലേ. അങ്ങനെ നമ്മൾ ഓരോരോ കാർഡ്സ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് എടുത്ത് മുന്നിൽ വെച്ചിട്ട് നമ്മുടെ പുതിയ കാർഡ് ഹോൾഡറിലോട്ട് അതൊക്കെ മാറ്റി വെച്ചു. ഇതാകുമ്പോൾ കയ്യിൽ പിടിക്കാൻ കുറച്ചുകൂടി ഒരു ഒതുക്കമുണ്ട് അല്ല, നമുക്ക് എന്താ പറയുക, എനിക്കെന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിട്ടോ. കുറച്ച് എനിക്ക് എടുത്ത് മാറ്റമൊന്നും അറിയില്ല, പക്ഷേ കൊള്ളായപ്പോൾ ഇത് അടിപൊളി. ഇനിയാണ് എൻ്റെ ലഞ്ച് ടൈം.
ലേറ്റ് എണീറ്റുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. നമുക്ക് ലഞ്ചിനുള്ളത് പോർക്ക് കറി, ക്യാരറ്റ് തോരൻ, യോഗട്ട്. അങ്ങനെ ഇത് മൂന്നും കഴിച്ച് എൻ്റെ ലഞ്ചും കഴിഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് വീണ്ടും നല്ല ഉറക്കം വരുന്നുണ്ട്. നമ്മൾ പക്ഷെ ഉറങ്ങാനൊന്നും പോകുന്നില്ല കേട്ടോ. ഏത് സമയത്ത് ഉറങ്ങുന്നൊന്നും അത്ര നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നറിയില്ല. എന്തെങ്കിലും റീൽസും വീഡിയോസൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ സമയം രാത്രി 8 മണി. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ രണ്ടാളും ഒന്നിച്ച് ഡിന്നർ കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചില്ലേ, പോർക്ക് കറി, പിന്നെ എന്തായിരുന്നു, ക്യാരറ്റ് തോരൻ, യോഗട്ട്, അതൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഡിന്നറിലോട്ടും. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന്, ലഞ്ച് ഒന്ന്, ഡിന്നർ വേറെ ഫുഡ് അങ്ങനെയൊന്നുമില്ല. എന്ത് ഫുഡാണോ ഉള്ളത് അത് ഒന്ന് കഴിച്ച് തീർന്നിട്ടേ നമ്മൾ അടുത്ത ഫുഡ് ഉണ്ടാക്കാറുള്ളൂ. എപ്പോഴും അങ്ങനെയല്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് പോലെയൊക്കെ ഉണ്ടാക്കാൻ തോന്നി നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാലും പൊതുവെ എങ്ങനെയാണ്, അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് താല്പര്യമുള്ളവരൊന്നും അല്ല. ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ കഴിച്ചിട്ട് പോവാറില്ല, അതാണ് വേറൊരു സത്യം. എങ്ങാനും കഴിക്കണം എന്ന് തോന്നിയാലും എന്തെങ്കിലും ഷെയ്ക്കോ അല്ലെങ്കിൽ സ്മൂത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോലാണ് ചെയ്യാറ് പൊതുവേ കേട്ടോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നല്ലൊരു ഉറക്കം, ഇത് നല്ല സ്വപ്നം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.